ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ പ്രകാശനാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ കാർത്തികയുടെ കോള് വന്നു. പ്രകാശൻ ആ കോൾ എടുത്തതും ആ മോളെ പറയുക, അച്ഛനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാനിവിടെ ക്ഷേത്രത്തിൽ വന്നതാണ്. എനിക്ക് അപ്പോഴേ തോന്നി അച്ഛൻ ക്ഷേത്രത്തിലേക്ക് തന്നെ പോയതായിരിക്കുമെന്ന്. എന്നിട്ട് അച്ഛൻ മടങ്ങി പോകാറായോ എന്ന് ചോദിക്കുമ്പം അതേ മോളെ ദേ ഇവിടെ വന്നു, പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തി മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇനി വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതും അല്ലച്ച ഇന്ന് അമ്പലത്തിൽ എന്തോ ഒരു പ്രത്യേക പൂജ നടക്കുന്നുണ്ടല്ലോ, നാരി പൂജ പോലത്തെ എന്തോ ഒരു പൂജയാണ് എന്നുള്ള കാര്യം നമ്മുടെ കാർത്തിക ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ ഈ പൂജയുടെ കാര്യമാണെന്ന് തോന്നുന്നു മോളെ, ഇവിടെ തിരുമേനി എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ പെൺപിള്ളേരുടെ കാല് കഴുകണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അതെ അച്ഛാ, ഇന്നത്തെ ദിവസവും ഇന്നത്തെ നാളും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണ് അത്. എന്തായാലും അച്ഛൻ ആ ഒരു വഴിപാട് ചെയ്തിട്ട് മടങ്ങി വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പം അന്നം തരുന്ന ആളാണല്ലോ, എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ നമ്മുടെ പ്രകാശന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രകാശൻ നമ്മുടെ കാർത്തിക പറയുന്നത് കേട്ടിട്ട് എന്നാ ആയിക്കോട്ടെ മോളെ, ഞാൻ ആ വഴിപാട് ചെയ്തിട്ട് മടങ്ങി വരാമെന്ന് പറയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ കാർത്തിക ഫോൺ വെക്കുകയാണ്. അതിനുശേഷം അവളാണെങ്കിലോ അവിടെ ഇരുന്ന് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. പ്രകാശൻ ആ കാലുകൾ കഴുകുന്ന കാഴ്ച അത് തൻ്റെ അമ്മയെ ഒന്ന് കാണിക്കണമല്ലോ. ഉടനെ തന്നെ അവൾ ഫോൺ എടുത്തിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയെ വിളിക്കുകയാണ്. ആ അമ്മയാണെങ്കിലോ പറയും മോളെ നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ, പ്രകാശൻ എന്ന് പറയുന്ന എൻ്റെ ആ തന്തയുണ്ടല്ലോ, അയാൾക്ക് നല്ല മുട്ടൻ ഒരു പണി തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അമ്മ ഇപ്പം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആ ഒരു കാഴ്ച കാണാം. എന്താ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, പെൺമക്കളെ വളരെയധികം വെറുത്തിരുന്ന അയാളുണ്ടല്ലോ, ഇന്ന് പെൺപിള്ളേരുടെ കാല് കഴുകുന്ന ഒരു കാഴ്ച അതമ്മയ്ക്ക് കാണാൻ സാധിക്കും. മോളെ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ലക്ഷ്മിയമ്മ വീണ്ടും ചോദിക്കുകയാണ്. അതെ അമ്മേ, ഇന്ന് നാരി പൂജ നടത്തുന്നത് പ്രകാശനാണെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം, എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാന്ന് പറഞ്ഞ് ലക്ഷ്മി അവിടുന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ പ്രകാശൻ ദാ വണ്ടി കയറാൻ പോയ ആളാണ്. പുള്ളിക്കാരൻ തിരികെ വന്നു. അപ്പൊ തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ തിരുമേനി, ഇന്നിവിടെ എന്തോ ഒരു സ്പെഷ്യൽ പൂജ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായാലും ആ പൂജ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. തിരുമേനിയാണെങ്കിലോ പ്രകാശനെ കൊണ്ട് ഈ ഒരു പൂജ ചെയ്യിപ്പിക്കാനായിട്ട് വളരെയധികം താല്പര്യത്തോടു കൂടി നിൽക്കുമായിരുന്നല്ലോ. അപ്പൊ ദീപയാണെങ്കിൽ ഈശ്വര ഇയാളിത് എന്തൊക്കെയാ ഈ പറയുന്നത്, നാരി പൂജ ചെയ്യാനായിട്ട് ഇയാൾക്ക് സമ്മതമാണെന്നോ? പെൺപിള്ളേരുടെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ദേഷ്യം വരുന്ന മനുഷ്യനാണ്. സ്വന്തം രക്തത്തിലുണ്ടായ പിള്ളേരെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു വൃത്തികെട്ടവൻ. അവൻ ഇന്ന് മറ്റൊരുത്തന്റെ കുഞ്ഞിന്റെ കാല് കഴുകുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മുടെ ദീപയ്ക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ തിരുമേനിയാണെങ്കിലോ പ്രകാശ നല്ല മനസ്സോടു കൂടിയാണല്ലോ പ്രകാശൻ ഇതൊക്കെ പറയുന്നത്. അതേ തിരുമേനി, എനിക്ക് എന്തായാലും ഒരു പ്രശ്നവും ഇല്ല, ഞാൻ അതൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് പ്രകാശൻ തിരുമേനിയോട് ബാക്കി കാര്യങ്ങളൊക്കെ ഇണക്കിക്കോളാൻ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ദീപ അങ്ങോട്ട് മാറി നിൽക്കുക. എന്നിട്ട് ദീപ നമ്മുടെ പ്രകാശനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുമോ? അതെ, ഇതൊരു വഴിപാടാണ്, ഞാൻ ഈ വഴിപാട് ചെയ്യുന്നത് ചിലരൊക്കെ മുടിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കല്യാണിയുടെയും അതുപോലെ തന്നെ ദീപയുടെയും കിരണിന്റെയും ഒക്കെ കട്ടപ്പുക കാണാൻ വേണ്ടിയിട്ടാണ് ആശാൻ ഇത്രയും കാര്യത്തിൽ ഈ വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ദീപയാണെങ്കിൽ എന്നാ ഈ കാഴ്ച കണ്ടിട്ട് തന്നെ കാര്യം, ഇതൊക്കെ കാണണമല്ലോ, കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് വിചാരിച്ച് പുള്ളിക്കാരി ആ ക്ഷേത്രത്തിലൊക്കെ നടന്ന് അവിടെ ആ ഒരു പ്രതിഷ്ഠകൾക്ക് മുന്നിലും തൊഴുത് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും കാർത്തികയുടെ അമ്മ വരികയാണ്. കാർത്തികയുടെ അമ്മ വന്നതും അമ്മയാണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ അമ്മയെ കണ്ടു. അപ്പം ദാ കല്യാണിയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കാർത്തികയുടെ അമ്മ സംസാരിക്കുകയാണ്. അതെ, ഇവിടെ ഇന്ന് എന്തോ ഒരു പ്രത്യേക വഴിപാടൊക്കെ നടക്കുന്നുണ്ടല്ലോ, ദാ പെൺപിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ ചടങ്ങെന്ന് ചോദിക്കുകയാണ്. അതോ അതിന്ന് നാരി പൂജ നടക്കുന്നുണ്ട്, അതിന്റെ ചില ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ്. അല്ല ഇത് ചെയ്യുന്ന ആള് പ്രത്യേകം എന്തെങ്കിലും നേർച്ചയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടാണോ? എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ നിങ്ങളെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ആ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ ഇതുപോലെ പെൺപിള്ളേരുടെ കാല് കഴുകുന്ന ഒരുത്തനൊന്നും അല്ല. എന്തായാലും സ്വന്തം മക്കളെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് അറിയാമെന്ന് കാർത്തികയുടെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപ പറഞ്ഞു,
അതിന് ഒരുപാട് വലിയ കാര്യമൊന്നും വേണ്ട, ആ നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. ലക്ഷ്മി ആണെങ്കിലോ ഇതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിക്കുന്നത് താനാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ പുള്ളിക്കാരി അവിടെ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ക്ഷേത്രത്തിലെത്തിയ ഒരാളെ പോലെ തന്നെ നമ്മുടെ ദീപയോടടുത്ത് വളരെയധികം കാര്യത്തിൽ അങ്ങ് ഇടപെട്ടു. ദീപയാണെങ്കിലോ ഈ ക്ഷേത്രത്തിൽ ഇതിനു മുന്നേ ഒക്കെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പൂജ ചെയ്യുന്നത്. എന്തായാലും ആ മഹാഭാവി ചെയ്തു കൂട്ടിയതൊക്കെ വളരെ ക്രൂരത നിറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയാൾ ഇത് അനുഭവിക്കണം, അയാൾ ഇത് ചെയ്ത് ഇയാളുടെ ഈ ഒരു ദോഷങ്ങളും പാപങ്ങളും ഒക്കെ ഇതോടുകൂടി തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും കാർത്തികയുടെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതെ, അത് തന്നെയാണ് വേണ്ടത്. എന്തായാലും ഈ സന്തോഷം എൻ്റെ മോളെ ഒന്ന് വിളിച്ച് പറയണമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി ഫോൺ എടുത്തു നമ്മുടെ കാർത്തികയെ വിളിക്കുകയാണ്. മോളെ, നീ പറഞ്ഞതുപോലെ തന്നെ അമ്മ അമ്പലത്തിലെത്തി. എന്തായാലും കാണേണ്ട കാഴ്ച തന്നെ അമ്മ കണ്ടോണ്ടിരിക്കുകയാണ്. ദാ പ്രകാശനാണെങ്കിലോ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടികളുടെ കാലൊക്കെ കഴുകിയിട്ട് അവരുടെ പാദപൂജയൊക്കെ ചെയ്യാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്മി അമ്മയുടെ മനസ്സൊക്കെ അങ്ങ് നിറഞ്ഞു. എന്തായാലും ആ കല്യാണിയെയും അതുപോലെ തന്നെ കാദംബരിയെയും എൻ്റെ കുഞ്ഞായിട്ടുള്ള നിന്നെയും ഒക്കെ ഈ ദുഷ്ടൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയതല്ലേ. അയാൾക്ക് അതിനൊക്കെ ഉള്ളൊരു ശിക്ഷ, നമ്മൾ കൊടുക്കുന്ന ഒരു ശിക്ഷ അത് ദേവിയുടെ മുന്നിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അമ്മയും മകളും കൂടെ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ ഇവിടെ ദീപ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ദീപയെ നമ്മുടെ കാർത്തികയ്ക്ക് അറിയാമല്ലോ. കല്യാണിയോടൊപ്പം വീട്ടിൽ ചെന്ന സമയത്ത് കാർത്തിക കണ്ടതാണ് ദീപയെ. അതുകൊണ്ട് തന്നെ ദീപയുടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്തുകൊണ്ടും ഈ ഒരു കാഴ്ച ആ അമ്മയും കാണേണ്ടത് തന്നെയാണ്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവട്ടെ. അമ്മയുടെ ജീവിതത്തിലും ഈ ദുഷ്ടൻ ഒരുപാട് ദുഷ്ടതരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതും നമ്മുടെ പ്രകാശൻ എന്ന് പറയുന്ന ആ സാധനത്തിന് ഇതിൽ പരം ഒരു ശിക്ഷ ഇനിയിപ്പം കിട്ടാനില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു പ്രമോ വന്നിരിക്കുന്നത്. എന്തായാലും നാളെ ഡീറ്റെയിൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.